ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഉപ്പേരി. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിശ്ശേരിയാണ്. അപ്പോൾ ഈ ഓണസദ്യക്ക് എല്ലാവരും എൻ്റെ വെള്ളരിക്ക പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓണസദ്യക്ക് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളരിക്ക റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെള്ളരിക്ക എടുക്കുമ്പോൾ നമുക്ക് ഇത്ര അളവിൽ ആവശ്യമായിട്ടുള്ളൂ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ 1/2 ലിറ്റർ തൈരേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്ര വലിപ്പത്തിലുള്ള വെള്ളരി ആവശ്യമുള്ളൂ. ഇനി ഇത് നല്ലോണം ചെത്തുക, ദശ ചേർത്ത് ചെത്തി കളയുക കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയൊരു കയ്പ്പ് കാണും ഇതിൻ്റെ തൊലിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ആ കുരു ഇരിക്കുന്ന ഭാഗത്തിനൊക്കെ ചില വെള്ളരിക്ക് നല്ലോണം കയ്പ്പ് കാണും. അപ്പോൾ അത് നല്ലോണം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പോർഷനും നല്ലോണം ചിരകി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ വെള്ളരിയെല്ലാം വൃത്തിയാക്കിയിട്ട് കഴുകി ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ മോരുകറി ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈസിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ എല്ലാ പീസും ഒരേ സൈസ് ആവാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചാണ് വേവിക്കുന്നത്. പിന്നെ അതായിരിക്കും ടേസ്റ്റ്. ബാക്കി നിങ്ങളുടെ സൗകര്യം പോലെ കുക്കറിൽ വെക്കുന്നവർ അങ്ങനെ വെക്കുക. കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചട്ടിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ നമ്മൾ വൃത്തിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ സൈസൊക്കെ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ഒരു പച്ചമുളക് നെടുകെ പിളർന്നിടുക. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇനി വെള്ളരിക്ക വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ള് ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിക്കില്ല. എന്നിട്ടൊന്ന് നല്ലോണം പേസ്റ്റ് പോലെ നല്ലോണം അരച്ചെടുക്കുക. ഇടയ്ക്ക് നമ്മൾ അടുപ്പിൽ വെച്ചേക്കുന്നതിൻ്റെ അവസ്ഥയും കൂടെ എന്തായെന്നൊന്ന് നോക്കിയേക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് എന്തായാലും വേവാൻ എടുക്കും. പിന്നെ വെള്ളം വറ്റിപ്പോയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഇത് നല്ലോണം വെന്തിട്ടുണ്ട് വെള്ളരിക്ക. ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ 2 പീസായിട്ട് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും പച്ചമുളകും ജീരകവും ഒക്കെ ഒന്ന് നല്ലോണം പച്ച മണം ഇതിൻ്റെ മാറുന്ന വരെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം തൈര് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിക്കലും തിളപ്പിക്കാൻ പറ്റില്ല, തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ അരപ്പ് നല്ലോണം ഒന്ന് കിടന്ന് തിളച്ച് വറ്റട്ടെ. ഇനിയിപ്പോൾ ഒരു മഞ്ഞ കളർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലോണം കിടന്ന് ഒന്ന് തിളച്ച് വറ്റി വരണ്ട് വരുന്ന പരുവാകുമ്പോൾ നമ്മൾ തൈരിനൊപ്പം ഇപ്പം തന്നെ വെള്ളം ആവശ്യമാണെങ്കിൽ, ഒത്തിരി കുറുകെ ഇരിക്കുന്നെങ്കിൽ ഇപ്പം തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നീട് വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ തിളപ്പിച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പണി ഒഴിവാക്കാൻ വേണ്ടി തൈരിനൊപ്പം നമ്മൾ ആവശ്യമുള്ള വെള്ളം ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. തിളപ്പിക്കാനേ പാടില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലോണം ആവി വരുന്ന സ്റ്റേജ് ആകുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കുക. അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, ചെറിയുള്ളി, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നീട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് മതി കേട്ടോ, കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. അത് ഈ കറിക്ക് ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടി, ഇച്ചിരി കളർഫുൾ ആയിരിക്കാൻ വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മോരിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. ഇനി ഈ പുളിശ്ശേരിയുടെ ചൂട് മാറിയതിന് ശേഷം വേണം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാൻ. അല്ലാതെ ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ
തൈര് എല്ലാം പിരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ എല്ലാവരും ചൂട് നല്ലോണം മാറിയിട്ട് തന്നെ ഉപ്പിടാൻ ശ്രദ്ധിക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അത്യാവശ്യം പുളി വേണം കേട്ടോ. നിങ്ങൾക്ക് തൈരിന് പുളി കുറവാണെങ്കിൽ നിങ്ങൾ 2 ദിവസം മുന്നേ തന്നെ ഉറച്ച് വെക്കുക. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ തലേന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെക്കണം. എന്നാൽ ആവശ്യത്തിനുള്ള പുളിയൊക്കെ നമുക്കിതിനുണ്ടാവും. അപ്പോൾ എല്ലാവരും ചട്ടിയിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും വെള്ളരിക്ക പുളിശ്ശേരി തന്നെ ഉണ്ടാക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.